பீதி ஏற்படுத்தி பகல் நேரங்களில் கூட காஞ்சியார் பகுதியில் காட்டு யானைகள் கூட்டம். தொப்பிப்புலா பகுதியில் தான் கடந்த தினம் மாலை 5 மணிக்கு மக்கள் வசிக்கும் பகுதியில் காட்டு யானை இறங்கியது. காஞ்சியார் பஞ்சாயத்தில் உட்படக்கூடிய தொப்பிப்பாலா மற்றப்பள்ளி கவலையில் கடந்த தினம் மாலை 5 மணிக்கு தான் காட்டு யானை வந்தது. நூற்றுக்கணக்கான குடும்பங்கள் வசிக்கக்கூடிய மக்கள் வசிக்கும் பகுதிதான் இவை. கூடாது இடுக்கி வனவிலங்கு பாதுகாப்பு நிலையத்தின் எல்லையும் பங்கிடுகிறது. இந்த காட்டுப்பகுதியிலிருந்து காட்டு யானைகள் மக்கள் வசிக்கும் பகுதியில் இறங்குவது. இங்கு வசிக்கக்கூடிய இளைஞர்கள் முதலில் காட்டு யானையை பார்த்தது. தொடர்ந்து பொதுமக்களுக்கு விவரம் அறிவித்து பொதுமக்கள் சத்தம் போட்டதை தொடர்ந்து കാട്ട് யானை மீண்டும் திரும்பி சென்றுள்ளது. അല്ല, ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇത്ര അടുത്ത് വഴിവിളക്കെന്ന ഒരു സംഭവമില്ല. ഇവിടെ ഉണ്ടായിരുന്ന വഴിവിളക്കെല്ലാം പോയി കിടക്കുക. ഇതൊന്ന് ശരിയാക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ടാൽ നമുക്ക് എഴുന്നേറ്റ് നോക്കാനോ എല്ലാം പറ്റും. അല്ലാതെ ഇത്രയും ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറേ വഴിവിളക്കുണ്ട്. അതൊന്നും വർക്കല്ല. ഈ വഴി സൈഡിൽ കൂടെ ആന ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഈ താഴെ വരെ വന്നോ ഇങ്ങോട്ട് കയറുന്നില്ലായിരുന്നു. ഇപ്പം ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് ഇതിലെ കയറി വന്ന് ഇതിലേ ഇറങ്ങിയ ഇങ്ങനെ ആന പോയത്. ഈ ഒരു ചാനൽ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളി ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്യുമായിരുന്നു, സാൽവറ്റ്. അപ്പോൾ പുള്ളിക്ക് അവർ ഭയങ്കര ബുദ്ധിമുട്ടായി. പുള്ളി പേടിച്ച് എന്നാ പറഞ്ഞത്, ആൾക്കാരെ വിളിക്കണോ എന്നാ ചെയ്യേണ്ടെന്ന് അറിയത്തില്ലാതെ പുള്ളി ചാടി കഴിഞ്ഞിട്ട് ഓടി വന്ന് ഒച്ച കേട്ടുണ്ട്. എല്ലാവരും കാർച്ചയും കൊച്ചും കേട്ടുണ്ട്. ഞാൻ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇച്ചിരി താമസമാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ ഒച്ച കേട്ടുണ്ട്. ഓടി കയറി വന്നപ്പം ഇതിലെ ആന കയറി പോവാം. ഇതിലെ എങ്ങനെ കയറി പോകുന്നു. ഇതിലെ കയറി വന്നിട്ട് ആന ഇങ്ങനെ അവിടുന്ന് വട്ടം കൊണ്ട് പോകുന്നത്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ചെന്ന് ഒച്ച വെച്ചപ്പം ആ മേളിലോട്ട് കയറി. അവിടുന്ന് കയറി മേളി വരെ കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഈ പറമ്പുകളിൽ ഇറങ്ങുള്ളൂ. പറമ്പിറങ്ങി ഇതുപോലെ കാനമായിട്ട് കിടക്കുന്നിടത്തൊക്കെ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾക്കെല്ലാം ഭീഷണിക്കില്ല. അതൊന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഇത് രാത്രിക്ക് പിള്ളേരാണെങ്കിലും കടയ്ക്ക് പോയിട്ട് വരുന്നത് സന്ധ്യയാകുമ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് ഈ വഴിയിലൊക്കെ ആന നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ എന്തോ വിശ്വസിച്ച് പിള്ളേരെ വിടാൻ പറ്റുന്നത്. ഇപ്പോൾ ആണെങ്കിൽ 6 മാസം പോലും ഇല്ല. ഒരിടയ്ക്ക് ആന ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഈ മുളപൊടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് അത് ഒരു 4 ലിറ്റർ പോലും വേണ്ടത്. അത് ചുമ്മാ ഒന്ന് തിരിക്കകത്ത് മുക്കിയിട്ട് പടക്കം പൊട്ടിച്ച് ആന ഓടിക്കുമായിരുന്നു ഇവിടേക്ക് നേരത്തെ. ഇപ്പോൾ അതും കിട്ടാനില്ല. 10 வருடம் முன்பு இதற்கு முன்பு இங்கு காட்டு யானை இறங்கியுள்ளது. மீண்டும் மக்கள் வசிக்கும் பகுதியில் காட்டு யானை வந்ததை தொடர்ந்து பொதுமக்கள் துயரத்தில் ஆழ்ந்தனர். தேவையான ஃபென்சிங், ட்ரஞ்ச் உட்பட உள்ளவைகள் இங்கு இல்லாததே இந்த துயரத்திற்கு காரணம். ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഞങ്ങളിവിടെ മിറ്റ് നിൽക്കുമ്പോൾ ഇവിടെ ഈ വീട്ടിലെ കൊച്ചി ഇവിടെ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം എല്ലാവരും കൂടെ മാറിക്ക് ഓടി വരണമെന്ന് വിളിച്ചു. അപ്പം ഞാൻ അടുത്തുള്ളവരെല്ലാം ഓടി ഒന്ന് അപ്പോഴത്തേനും ആന ഇതിലേ കയറി വരുമായിരുന്നു. നമ്മുടെ ഇതിലെയാണ് കയറി വന്നത്. കയറി കരോട്ടയിൽ കയറി പോവുകയും ചെയ്തത്. അന്നേരം എല്ലാവരും ആൾക്കാരെല്ലാം കൂടി പിള്ളേരൊക്കെയാണല്ലോ ഉള്ളത്, നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളത് കളിക്കാനൊക്കെ പോകുന്നു. ഇതിലെ താഴോട്ട് ഞങ്ങൾ വെള്ളം കോരാനൊക്കെ പോകുന്നതാണ് ആ സമയത്തൊക്കെ. അപ്പോൾ ഒരു അങ്ങനെയുള്ള വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. അത് ഇടയ്ക്ക് നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു ശല്യമായിട്ട് വന്നിട്ടില്ല. അല്ല ഇത്ര അടുത്ത് വന്നിട്ടില്ല. ഈ പറമ്പിൽ ഇറങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ എല്ലാവരുടെ ഇടപെടലുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അല്ല അങ്ങനെയുള്ള സ്ഥലത്ത് അല്ല അങ്ങനെയുള്ള ഒരു ഇതും ഇല്ല. ഇപ്പോൾ രണ്ടാനയും കൂടി ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താവും നമുക്ക് പേരൊന്ന് പറയാ വെച്ചിട്ട്. എൻ്റെ പേര് സീമ. മുഴുവൻ പേര് இந்த பகுதியில் விவசாய சேதங்கள் ஏற்படவில்லை என்றாலும் பகல் நேரங்களில் மக்கள் வசிக்கும் பகுதியில் காட்டு யானை இறங்கியது மிகப்பெரிய துயரமாக தொடர்கிறது. நியூஸ் பீரோ கட்டப்பனை, நியூஸ் பீரோ இடுக்கி.